അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നമ്മുടെ ഗോവിന്ദ് ഗീതുവിനെ തപ്പി നടക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഇങ്ങനെ ചുറ്റിപ്പറ്റി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. അതുപോലെ അങ്ങനെ പോയ സമയത്ത് ഗോവിന്ദ് പ്രിയയുടെ റൂമിൽ ഇങ്ങനെ തപ്പുമായിരിക്കും നമ്മുടെ ഗീതുവിനെ. അപ്പോൾ കാണുന്നില്ല. അപ്പോൾ പെട്ടെന്ന് പ്രിയയും വേലക്കാരിയും കൂടി ഇങ്ങനെ വരുന്നുണ്ടാവും. ആ സമയം ഗോവിന്ദ് പെട്ടെന്ന് അലമാരിയിൽ കയറി ഇങ്ങനെ ഒളിച്ചിരിക്കും കേട്ടോ. ഗീതു ആണെങ്കിലോ ഭക്ഷണവും കൊണ്ട് നേരെ ഗോവിന്ദിൻ്റെ റൂമിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും ഗോവിന്ദ് വരാനായിട്ട്. പക്ഷേ ഗോവിന്ദാണെങ്കിലോ അങ്ങോട്ട് പോയി ഗീതുവിനെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഗീതു ആണെങ്കിൽ ഗോവിന്ദിനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു സീനൊക്കെ ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ അപ്പോൾ പെട്ടെന്ന് ഗീതു ഡോറിങ്ങനെ തുറന്ന് നോക്കുമ്പോൾ രാധികമ്മ കാണും. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഗോവിന്ദാന്ന് വിചാരിച്ചു എന്താണ് അവിടെ കണ്ണാ മോനെ എന്നൊക്കെ പറഞ്ഞിങ്ങനെ വരുമ്പോൾ പെട്ടെന്ന് ഗീതു ബാത്റൂമിൽ കയറിയിരിക്കും കേട്ടോ. എന്നിട്ടിങ്ങനെ ആകെ പെട്ടു, അയ്യോ ഇനി എന്താ ചെയ്യാമെന്ന് പറഞ്ഞ് ഇങ്ങനെ വെള്ളമൊക്കെ തുറന്നു വിടും. അവരെ രാധികമ്മയാണെങ്കിലോ കണ്ണ എന്ത് പറ്റി മോനെ, വയറിന് സുഖമില്ലേ, വയറിളക്കാണോ, എന്താണ് പ്രശ്നം എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ വായിൽ വെള്ളമൊക്കെ ആക്കിയിട്ട് ഗുളുഗുളു എന്നുള്ള രീതിയിൽ വായിൽ വെള്ളമൊക്കെ പിടിച്ചിട്ട് ഓരോന്നിങ്ങനെ പറഞ്ഞ് ഒപ്പിച്ചു. അപ്പോൾ വയറിളക്കാണെങ്കിൽ ടെൻഷൻ അടിക്കേണ്ട, ഞാൻ മരുന്നെടുത്ത് തരാമെന്ന് പറഞ്ഞ് രാധികമ്മ മരുന്നെടുക്കാനായിട്ട് പോകണം. ആ സമയം ഗീതു പെട്ടെന്ന് തന്നെ ഡോറൊക്കെ തുറന്ന് അവിടുന്ന് രക്ഷപ്പെടുകയാണ് കേട്ടോ. അങ്ങനെ രക്ഷപ്പെട്ട് വന്ന് രഞ്ജുവിൻ്റെ അടുത്തിരിക്കുകയാണ്. ആ സമയം അതേപോലെ തന്നെ പ്രിയ ഉണ്ടാവും, വേലക്കാരും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും കേട്ടോ. ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും, ഗീതുവിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അവർ പോയി കഴിഞ്ഞും അവർ ബെഡ്ഷീറ്റ് ഒന്ന് എടുത്തരുമോ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ രേഖ മോള് അവരെ രക്ഷിക്കാനായിട്ട് ഓടി വരികയാണ്. അവിടെ ഉണ്ടെന്ന് രേഖയ്ക്ക് അറിയാം കേട്ടോ. അങ്ങനെ വന്ന് പറയുമ്പോൾ ഞാൻ മുകളിലുള്ള തുണിയൊക്കെ വേലക്കാരിയോട് എടുത്തിട്ട് വരാനായിട്ട് പറയും. അപ്പോൾ ജോലിക്കാരി പറയും എനിക്ക് മോളിൽ ഒറ്റയ്ക്ക് പോകാൻ പേടിയാണ്, ഗോവിന്ദൻ്റെ അച്ഛൻ്റെ പ്രേതമൊക്കെ ഉണ്ടാവും എന്ന് പറയുമ്പോൾ പ്രിയമോൾ പറയുന്നുണ്ട് അങ്ങനെയെങ്കിലും എനിക്ക് അച്ഛനെ കാണാമല്ലോ, ഞാൻ വരാം എന്ന് പറഞ്ഞ് പോവുകയാണ് കേട്ടോ. അങ്ങനെ രേഖ നോക്കുമ്പോൾ എന്നിട്ട് രേഖ ഇങ്ങനെ പോകാൻ നേരത്ത് ഗോവിന്ദ് രക്ഷപ്പെടാനായിട്ട് നോക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് രേഖ തിരിഞ്ഞ് നോക്കും. അപ്പോൾ കാണും. എന്നിട്ട് പറയും പേടിക്കണ്ട, ഞാൻ മനഃപൂർവ്വം രക്ഷിക്കാൻ വേണ്ടിയിട്ട് തന്നെ വന്നതാണെന്നൊക്കെ പറയും. അങ്ങനെ ആകെ ചമ്മി നാറി നമ്മുടെ ഗോവിന്ദ് റൂമിൽ നിന്ന് പുറത്തിറങ്ങും കേട്ടോ. എന്നിട്ട് പിന്നെ നോക്കുമ്പോൾ ഗീതുവിനെയും കാണും. ആ സമയമായിരിക്കും രാധികാമ്മ വരുന്നത്. എന്നിട്ട് രാധികമ്മ എന്നാ മോനെ ഗുളിക കഴിച്ചോ എന്നൊക്കെ പറഞ്ഞ് ഗുളിക ഇങ്ങനെ കൊടുക്കും കേട്ടോ. അപ്പോൾ എന്ത് ഗുളിക എന്നൊക്കെ പറഞ്ഞാൽ അറിയില്ലല്ലോ, കാരണം ഗീതുവല്ലേ ആ ഒരു സംഭവമൊക്കെ ഉണ്ടായപ്പോഴല്ലേ ആ ഗുളികയുടെ കാര്യമൊക്കെ എടുക്കാൻ പോയത്. ആ കഥയൊന്നും അറിയില്ലല്ലോ നമ്മുടെ ഗോവിന്ദന്. അങ്ങനെ ഗുളികയൊക്കെ കഴിക്കാൻ വേണ്ടി കൊടുക്കും. ഞാൻ റൂമിൽ പോയി കഴിച്ചോളാം എന്നൊക്കെ പറയും. എന്നിട്ട് രാധികമ്മ പറയും ഉറങ്ങണില്ലേ മോനെ, കണ്ണ വേഗം പോയി ഉറങ്ങുന്നൊക്കെ പറയുമ്പോൾ ഉത്തരവ് എന്നൊക്കെ പറഞ്ഞ രീതിക്ക് എംബ്ര എന്നുള്ള രീതിക്ക് നമ്മുടെ ഗീതു കളിയാക്കിക്കൊണ്ട് പറയുന്നൊക്കെ ഉണ്ട്. അങ്ങനെ റൂമിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ റൂമിലേക്ക് പോകണതും നോക്കി ഇങ്ങനെ രാധികാമ്മ നിൽക്കുന്നുണ്ട്. ഇവൻ പോയിട്ട് തന്നെ പോകണം എന്നുള്ള രീതിക്ക് തന്നെ രാധികാമ്മനെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ നമ്മുടെ ഗോവിന്ദ് സങ്കടത്തോടെ റൂമിലേക്ക് പോവുകയാണ്. അതുപോലെ തന്നെ ഗീതു രാധികാമ്മ ഇങ്ങനെ നോക്കണിട്ട് ദേഷ്യം വന്ന് ഗീതു പ്രിയയുടെ റൂമിലും പോയി വാതിലടക്കുകയാണ് ചെയ്യുന്നത്. അവർ രണ്ടാളും പരസ്പരം ഒന്ന് കാണാനോ സംസാരിക്കാനോ പറ്റാതെ രണ്ടാളും സങ്കടത്തോടെ പോകുമ്പോൾ രഞ്ജുവും രേഖയും ഒരു പ്ലാന് ഏർപ്പാടാക്കുകയാണ്. നമുക്കിന്ന് ഉറങ്ങാതെ അവരെ തമ്മിൽ ഒന്നിപ്പിക്കണം, അവരെ തമ്മിൽ ഒന്നിപ്പിച്ചേ മതിയാവൂ എന്നുള്ള രീതിക്ക് അവരൊന്ന് ഉറക്കമൊഴിച്ച് അവർക്ക് വേണ്ടി എന്താ ഒരുക്കുന്നതെന്ന് നമുക്ക് കാത്തിരിക്കാം.